ലളിതാ സഹസ്രനാമം എല്ലാവർക്കും ചൊല്ലാമോ? ദേവിയെ വിധവകൾക്ക് കുങ്കുമാർച്ചന വെച്ച് തൊഴുത് പ്രാർത്ഥിക്കാമോ? ഇതൊക്കെ ഓരോ കൾച്ചറൽ ഫെസ്റ്റിവൽസിന്റെ ഭാഗമായി വരുന്ന ചോദ്യങ്ങളാണ്. അതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഒരു 1947-48 ആ ഒരു കൊല്ലം പ്രശാന്തി നിലയത്തിൽ, അതായത് എൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുകയും ഭഗവതിക്ക് കുങ്കുമാർച്ചന അവിടെ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാമി, ഞങ്ങൾ സ്വാമി എന്നാണ് വിളിക്കുന്നത്, സ്വാമി നോക്കിയപ്പോൾ കുറെ സ്ത്രീകൾ മാറി നിൽക്കുന്ന ആ സ്ത്രീകളെ നോക്കിയിട്ട് സ്വാമി ചോദിച്ചു, നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കുങ്കുമാർച്ചന ചെയ്യാൻ വരാത്തത്? അപ്പോൾ അവര് സ്വാമിയോട് പറഞ്ഞു, ഞങ്ങൾ വിധവകളാണ്, ഇത് സുമംഗലികൾക്കേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാര്യം സ്വാമി അവരോട് പറഞ്ഞു, ആരാണ് സുമംഗലി? സുമംഗലി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല സ്വാമി അതവിടെ ഇന്റർപ്രറ്റ് ചെയ്തത്. സ്വാമി പറഞ്ഞത്, ഭഗവാൻ എന്നുള്ള സങ്കല്പം പതിയായിട്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ സീതാപതി എന്ന് പറയും, ഗൗരീപതി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, പതി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, സ്പിരിച്വൽ മാസ്റ്റർ എന്നും കൂടി അർത്ഥമുണ്ട്. സ്വാമി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാമി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈശ്വരനെ പതിയായി സ്വീകരിച്ചാൽ ആ നിമിഷം തൊട്ട് നിങ്ങൾ സുമംഗലിയാകുന്നു. അതിനാൽ അവിടെ വിധവകൾക്ക് കുങ്കുമാർച്ചന ചെയ്യാൻ പാടില്ല എന്ന് ഒരു അർത്ഥമില്ല. എല്ലാവർക്കും ഈശ്വരനെ മനസ്സിൽ മാസ്റ്ററായിട്ട്, പതിയായിട്ട് സ്വീകരിക്കുന്ന ഓരോ ഹൃദയത്തിലും അവിടെ സുമംഗലിയാകുന്നു. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പൂജകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വിധവകൾ ഈ പൂജ ചെയ്യാൻ പാടില്ല, ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല. അതൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചത്. നമ്മൾ ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ ഏത് പേരിലും ഏത് നാമത്തിലും എങ്ങനെ വിളിച്ചാലും ആ നിമിഷം തൊട്ട് അത് സുമംഗളമായി. അതിനാൽ സുമംഗലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചും കൂടി ബ്രോഡറായിട്ട്, ഹ്യൂമാനിസ്റ്റിക് ആയിട്ട് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞു തന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീ സത്യ സായിബാബ, എൻ്റെ ഗുരുവാണ്. അതിനാൽ ഏതൊരു ഫെസ്റ്റിവലിലും പൂജയിലും നിങ്ങൾ വിധവകൾ എന്തെങ്കിലും ഒരു ആരാധനയായിട്ട് വരുമ്പോൾ അവരെയോട് ഇത് ചെയ്യരുത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. കാരണം ദേവിക്ക് ആര് സമർപ്പിക്കണം സമർപ്പിക്കരുതെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. അതിനുള്ള അറിവോ അതിനുള്ള കഴിവോ നമുക്കില്ല. സാക്ഷാൽ ഭഗവതി തീരുമാനിക്കും ആര് എന്ത് ഭഗവതിക്ക് കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം സുമംഗലികൾ തന്നെയാണ്. എല്ലാവരും സുമംഗലികളാണ്. ദേവിയുടെ കാൽപാദങ്ങളിൽ ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അഷ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഈ നവരാത്രി മുഴുവൻ. നന്ദി.